പുണർദം നക്ഷത്രം. പുണർദം നക്ഷത്രക്കാർ പൊതുവെ കരുണയും പുഞ്ചിരിയും ഉള്ളവരാണ്. ഇവർക്ക് അനായാസം മറ്റുള്ളവരുടെ മനസ്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാനും പറ്റും. അതേസമയം കൂടുതൽ ഇമോഷണലുമായിരിക്കും. ഓരോ തീരുമാനം എടുക്കുമ്പോഴും മറ്റുള്ളവരുടെ വികാരങ്ങളും ഇവർ പരിഗണിക്കും. അതുകൊണ്ട് പലപ്പോഴും അത് ഇവർക്ക് ഫേവർ ആവാത്തതും കൊണ്ട് ഇവർ താഴ്ന്നു പോവുകയും ചെയ്യും, മറ്റുള്ളവർ ഉയർന്നു പോവുകയും ചെയ്യും. എന്നാൽ ക്ഷമയുടെ നെല്ലിപ്പലക തൊടുമ്പോൾ ഇവർ കണിശമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കും. അതിലൂടെ ഇവർക്ക് ഉയരാനും കഴിയും. കുടുംബത്തെയും പ്രിയപ്പെട്ടവരെയും ഇവർ എപ്പോഴും മുൻതൂക്കത്തിൽ വയ്ക്കുകയും ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ ചുറ്റുപാടിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രമേ ഇവർ ഓരോരോ തീരുമാനം എടുക്കുകയുമുള്ളൂ. അതുകൊണ്ട് ഹോസ്പിറ്റാലിറ്റി, കൗൺസിലിംഗ്, ഓർഗനൈസിംഗ് എന്നീ മേഖലയിൽ ഇവർക്ക് തിളങ്ങാൻ കഴിയും. എന്നാൽ ഭാവിയെ കൂടുതൽ ഉറപ്പുവരുത്താൻ ഇവർക്ക് ആത്മവിശ്വാസം സ്വയം വളർത്തിയെടുക്കേണ്ടി വരും. ഇവരുടെ സ്വഭാവത്തിന് വിവാഹപരമായിട്ട് ഇവർക്ക് ചേരാവുന്ന പൊരുത്തങ്ങൾ ചിത്രം, അസ്തം, മൂലം എന്നിവരുമായിട്ട് ഇവർക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ സാധിക്കും. അതിനായി വ്യക്തതയും അർപ്പണബോധവും ആവശ്യമുണ്ട്. പുണർദം നക്ഷത്രക്കാരെ പൊതുവെ ആകർഷിക്കുന്നത് സ്നേഹത്തിൻ്റെ മഹത്വം മനസ്സിലാക്കുന്നവരെയും ദയയും വിശ്വാസം ഉള്ളവരെയാണ് ഇവർ കൂടുതൽ ഇഷ്ടപ്പെടുന്നതും ആകർഷിക്കുന്നതും. ഞാനൊരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റ് അല്ല, ഞാനൊരു പേഴ്സണലി ഒരു സൈക്കോളജിസ്റ്റാണ്. സൈക്കോളജിയിലെ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒരു ബന്ധമുണ്ട് എന്നുള്ള പേപ്പറാണ് ഞാൻ സബ്മിറ്റ് ചെയ്തത്. എന്താ വെച്ചാൽ ആസ്ട്രോയിൽ ഇന്ന നക്ഷത്രക്കാർ ഇന്ന സ്വഭാവമായിരിക്കും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ കുറച്ച് പേരെടുത്ത് പരീക്ഷിച്ച് നോക്കിയപ്പോൾ അത്യാവശ്യം 10 പേരിൽ 8 പേരും അത് ശരിയായിട്ട് തന്നെ വന്നു. അപ്പോൾ ഈ സ്വഭാവക്കാർ ഇങ്ങനെയൊക്കെ ചിന്തിച്ചാൽ ഇവരുടെ ഭാവി ഇങ്ങനെ ആയിരിക്കും എന്ന് ഒരു അസംഷനിൽ ഞാൻ എത്തി. ഇന്ന സ്വഭാവക്കാർക്ക് ഇന്ന നാടുകാർ മാത്രമേ ചേരുള്ളൂ എന്നത് എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റി. അങ്ങനെയാണ് ഞാനിത് പറയുന്നത്. ഇത് ഞാൻ പറയണ പോലെ ആയിരിക്കില്ല ബാക്കി പ്രൊഫഷണൽ ആയിട്ടുള്ള ആസ്ട്രോളജിസ്റ്റ് പറയുന്നത്.